കൈക്കൂലി കേസിൽ ശിക്ഷ അനുഭവിക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുൻ വില്ലേജ് ഓഫീസറെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കോന്നി മുൻ വില്ലേജ് ഓഫീസറും പത്തനംതിട്ട മൈലപ്ര സ്വദേശിയുമായ രാജു കെ എബ്രഹാമിനെയാണ് പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കോന്നി സ്വദേശിയായ പരാതിക്കാരന്റെ പേരിലുള്ള വസ്തു പോക്കുവരവ് ചെയ്തു നൽകുന്നതിന് കോന്നി വില്ലേജ് ഓഫീസറായിരുന്ന രാജു കെ എബ്രഹാം പരാതിക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങവെ വിജിലൻസ് പത്തനംതിട്ട യൂണിറ്റ് കൈയോടെ പിടികൂടിയിരുന്നു. ഈ കേസിൽ രാജു കെ എബ്രഹാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 2010 6 വർഷം കഠിന തടവിനും 30,000 രൂപ പിഴ ഒടുക്കുന്നതിനും കോട്ടയം വിജിലൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ശിക്ഷാവിധിക്കെതിരെ രാജു കെ എബ്രഹാം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ഹൈക്കോടതി രാജു കെ എബ്രഹാമിനെതിരെയുള്ള ശിക്ഷ 2 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴ ഒടുക്കുന്നതിനും ഇളവ് ചെയ്തു നൽകിയിരുന്നു. ഈ വിധിക്കെതിരെ രാജു കെ എബ്രഹാം സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും സുപ്രീം കോടതി രാജു കെ എബ്രഹാമിന്റെ പെറ്റീഷൻ നിരസിക്കുകയും ചെയ്തു. എന്നാൽ ശിക്ഷ അനുഭവിക്കുന്നതിന് വിജിലൻസ് കോടതിയിൽ ഹാജരാകാതെ രാജു കെ എബ്രഹാം ഒളിവിൽ പോവുകയാണുണ്ടായത്. രാജു കെ എബ്രഹാമിനെ രാവിലെ വിജിലൻസ് സംഘം തിരുവനന്തപുരം കോതൻകോടുള്ള ബന്ധുവീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ രാജു കെ എബ്രഹാമിനെ കോടതി നടപടികൾ പൂർത്തീകരിച്ച ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലടച്ചതായി വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എന്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പം അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് ഞാൻ സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറിലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.